ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ മൂവിയാണ് ലെവൽ ക്രോസ്. ഈ ഒരു മൂവി കാണാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ട്രെയിലർ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു 3 ക്യാരക്ടേഴ്സും ആ ഒരു റെയിൽവേ ക്രോസും അവിടെ നടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോകുന്നത് തന്നെ. പക്ഷെ പോയി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു പ്രസന്റേഷനാണ് ഈ ഒരു മൂവിക്കുള്ളത്. കാരണം ഒരു മിസ്റ്ററി ത്രില്ലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ആ ഒരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് കാണിക്കാത്ത ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഹ്യൂമൻ ബീങ്സിന്. സോ അതിനൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ എനിക്ക് വർക്കായി. കാരണം മൂവി സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്ലോ പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര ഡയലോഗ്സും കാര്യങ്ങളൊന്നുമില്ല. ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, പിന്നീട് അവിടുത്തെ ഒരു എൻവയോൺമെന്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റെയിൽവേ ക്രോസ്. ആ ഒരു റെയിൽവേ ക്രോസിന്റെ ഗേറ്റ് മാൻ ആണ് ആസിഫ് അലിയുടെ ക്യാരക്ടർ. ആൻഡ് ഈ ഒരു മൂവിയുടെ എന്റെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ റീസെന്റ് വന്ന ബ്രഹ്മയുഗം പോലെയാണ്. അതായത് ഒരു ലൊക്കേഷനും ഒരു 3 ക്യാരക്ടേഴ്സും. സോ ആ വിത്തിൻ ദ ലൊക്കേഷൻസും ആ ഒരു ക്യാരക്ടേഴ്സും ആണ് ഒരു എൻറ്റയർ മൂവി പ്രസന്റ് ചെയ്യുന്നത്. അതായത് ഇനി വേറെ ലൊക്കേഷനിലോട്ട് പോകാനില്ല, അല്ലെങ്കിൽ ഈ ഒരു 3 ക്യാരക്ടേഴ്സ് അല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് വരാനുമില്ല. സോ ഇവര് തമ്മിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്, ആസിഫ് അലി ഗേറ്റ് മാൻ ആയിട്ടിരിക്കുന്നത്. ആ ഒരു റെയിൽവേ ക്രോസ് എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒരു ട്രെയിൻ പോയാൽ പോയി. സോ അങ്ങനെ പോകുന്ന ഒരു ട്രെയിനിൽ നിന്ന് അമലാപ്പുള്ള ആ ഒരു റെയിൽവേ ക്രോസിന്റെ അവിടെ എടുത്ത് ചാടും. ഇത് ആസിഫ് അലി കാണും. സോ അതിനുശേഷം ഈ ഒരു സിറ്റുവേഷനിലോട്ട് ഷർഫുദ്ദീന്റെ ക്യാരക്ടർ വരും. സോ പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സോ ഈ എൻ്റെ മൂവിയുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ആ വിത്തിൻ ദ ആ 3 ക്യാരക്ടേഴ്സും അവരുടെ ഡയലോഗ്സും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും അവരുടെ സിറ്റുവേഷനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് പല ക്യാരക്ടേഴ്സിന്റെ പല പെർസ്പെക്റ്റീവിലൂടെ, അല്ലെങ്കിൽ അവരുടെ പല ഷെയ്ഡ്സിലൂടെയും സിനിമ സംസാരിച്ച് പോകുന്നുണ്ട്. ഒരു മൈൻഡ് ഗെയിം പോലെയാണ്. നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പൊസിഷൻ കഴിയുമ്പോൾ കിളി പറഞ്ഞ് നിൽക്കും. അങ്ങനത്തെ രീതിയിലാണ് ഈ മൂവി പ്രസന്റ് ചെയ്യുന്നത്. ഈ മൂവി സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ സ്ലോ പീസിലൊക്കെയാണ് പോകുന്നത്. ഒരു ക്യാരക്ടറും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് വളരെ സ്ലോ പീസിലോട്ട് പോയിട്ട് പിന്നെ അവിടെ അമല പോൾ വരും, പിന്നെ ഷറഫുദ്ദീന്റെ ഒരു ക്യാരക്ടർ വരും. സോ പിന്നീട് നടക്കുന്ന ഒരു ടൈം ഷിഫ്റ്റ് ഉണ്ട്. അതുവരെ ഈ ഒരു ക്യാരക്ടേഴ്സും ആ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ട് പിന്നീട് ആണ് ശരിക്കും ആ ഒരു മൂവി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് നടക്കുന്ന ഓരോ കാര്യങ്ങളും നല്ല ത്രില്ലിംഗ് ആയിട്ട്, നല്ല എൻഗേജിംഗ് ആയിട്ടാണ് പോകുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫും അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ടൈമൊക്കെ വളരെ സ്ലോ പീസായിട്ട് അവരുടെ ഒരു ബാക്ക് സ്റ്റോറി, അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഈ ഒരു ഷിഫ്റ്റിന് ശേഷം ഭയങ്കര എൻഗേജിംഗ് ആണ്. അതായത് നമ്മൾ ഒരു സീനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധ മാറിയാലോ, അല്ലെങ്കിൽ ഒരു സീനിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കണക്ട് ആയില്ലെങ്കിലോ എൻ്റയർ മൂവിയിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസും വരും. സിനിമ എൻഡ് ചെയ്തിട്ട് പോലും ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഈ നമ്മൾ ആ ഒരു എൻ്റയർ സിനിമയിൽ ആ ക്യാരക്ടേഴ്സിന്റെയും അവരുടെ സിറ്റുവേഷൻ്റെയും കൂടെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയില്ലെങ്കിൽ ഫുള്ള് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. ആ ഒരു ഫ്ലോ ഇങ്ങനെ പിടിച്ച്, അല്ലെങ്കിൽ ആ ഓരോ ലെവൽ ഇങ്ങനെ കയറി ആ ഒരു എൻഗേജിംഗ് ഫാക്ടറിന്റെ അടുത്തൊക്കെ എത്തുമ്പോൾ നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് ആ ഒരു മൂവി എൻഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു മൂവി ഒരു മിസ്റ്ററി ത്രില്ലർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ക്യാരക്ടേഴ്സിന്റെ ഷെയ്ഡ്സും അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റീസ് ഒക്കെ വെച്ച് നടക്കുന്ന ഒരു മിസ്റ്ററി ഉണ്ടല്ലോ, ആ രീതിയിലാണ് ഈ മൂവി എനിക്ക് വർക്കായത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എന്നും പറഞ്ഞ് ഭയങ്കര എൻഗേജിങ്ങോ അല്ലെങ്കിൽ മൂവി സ്റ്റാർട്ട് ചെയ്തോണ്ട് എൻഡ് വരെ മറ്റേ സീറ്റഡ് ത്രില്ലറൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ആ മൂവിയുടെ ശരിക്കുള്ള സബ്ജക്റ്റ് ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് സിനിമ സംസാരിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ ക്യാരക്ടേഴ്സിന്റെയും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനോ അല്ലെങ്കിൽ അവരുടെ ആക്ടിങ്ങിലൂടെയാണ് ആ ഒരു കാര്യം കൺവേ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും, ആസിഫ് അലി ആയാലും അമലപ്പോൾ ആയാലും ഷർഫുദ്ദീൻ ആയാലും, എല്ലാവരും കിടിലം പ്രസന്റേഷൻ ആയിരുന്നു. അവരുടെ ക്യാരക്ടർ എന്താണോ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ മാക്സിമം അവർക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു നൈസായിട്ട് തന്നെ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടന്റും അല്ലെങ്കിൽ ആ സ്റ്റോറിയും ഓഡിയൻസിൽ നല്ല രീതിക്ക് തന്നെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് മൂവിയുടെ മറ്റുള്ള സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഡയറക്ഷൻ ആയാലും, അല്ലെങ്കിൽ മൂവിയുടെ ടെക്നിക്കൽ സൈഡ് ആയാലും, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും, ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. കാരണം ഈ ഒരു 3 ക്യാരക്ടേഴ്സ് മാത്രമല്ലാതെ ആ ഒരു എൻവയോൺമെന്റും, ആ ഒരു റെയിൽവേ ക്രോസും, ആ ഒരു കാര്യങ്ങളും, ആ ഒരു പ്ലേസും എല്ലാം ഭയങ്കര രീതിയിൽ ഈ സിനിമയിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ നൈസായിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിനെ മാച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്റ്റോറിനെ മാച്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മെയിൻലി എടുത്തു പറയാൻ തോന്നി ഇതിന്റെ റൈറ്റിംഗ്, ആ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെയാണ്. കാരണം ആ ഒരു ഓരോ ക്യാരക്ടേഴ്സിന്റെ പ്ലേസ്മെന്റും, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസന്റേഷനും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആയാലും, ആ ഒരു റെയിൽവേ ക്രോസ് ആയാലും, ഈച്ച് ആൻഡ് എവരിത്തിങ് സിനിമയിൽ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് എങ്ങനെ എൻഡ് ചെയ്യണം, എല്ലാം അടിപൊളിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു പോർഷനിൽ പോലും നമ്മൾ ജസ്റ്റ് ഒരു സീക്വൻസോ അല്ലെങ്കിൽ ഒരു ഡയലോഗോ അല്ലെങ്കിൽ അവരുടെ ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ മിസ്സായാൽ പിന്നീട് നമുക്ക് ആ ട്രാക്കിൽ അവരെ കണക്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. സോ ആ രീതിയിലാണ്, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഈ സിനിമയിലെ റൈറ്റിംഗ് ആ ഓരോ ക്യാരക്ടേഴ്സിനും സിറ്റുവേഷൻസിലൊക്കെ വന്നിട്ടുള്ളത്. സോ എൻ്റെ മൂവി വാസ് ലൈക്ക് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി മൂവി ആയിരുന്നു. സോ എന്തായാലും കണ്ടു നോക്കുക, ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഇതുവരെ അധികം കാണാത്ത ടൈപ്പ് ഓഫ് പ്രസന്റേഷനും ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഒക്കെയാണ് ഈ ഒരു മൂവിക്ക് വരുന്നത്. നമ്മൾ അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് മൂവീസ് മലയാളത്തിൽ. ഇപ്പം ഹോളിവുഡിലൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ ഏതെങ്കിലും സിനിമ എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. സോ ജസ്റ്റ് കണ്ടു നോക്കുക, അടിപൊളിയായിരിക്കും. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതോടത്ത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.